ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 23 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടി. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ ഫ്രണ്ട്സുകളും ഒന്നും കൂടെ എല്ലാവരുമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മീറ്റപ്പ് നടത്തിയിട്ടുണ്ട്. മീറ്റപ്പ് നടത്തുന്നത് നമ്മൾ സ്കൂളിൽ വെച്ചിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളിൽ വെച്ചിട്ട് MEM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, വടകര തായങ്ങാടിയിലെ. പിന്നെ ക്ലാസ് മുറിയിൽ വെച്ചിട്ട് നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ക്ലാസ് മുറിയിൽ വെച്ചിട്ടാണ് മീറ്റപ്പ് നടത്തുന്നത്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇളകി. പിന്നെ അവിടെ എത്തിയത്, വടകര എത്തിയത് ഒരു 9:15. അപ്പോൾ എത്തിയ ഉടനെ ഞാൻ നേരെ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് നേരത്തെ ഇളകിയാലല്ലേ നമുക്ക് അവിടെ എത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഉപ്പാൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളത്. അപ്പോൾ 23 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം ഞാൻ കാണുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇവരെല്ലാം കണ്ടുമുട്ടിയതിലും. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാത്തിലും നല്ല മാറ്റം വെച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ആൾക്കാരല്ല ഇപ്പം കാണുന്നത്. എല്ലാവരും കുറച്ച് മാറ്റങ്ങൾ വെച്ചിട്ടുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ. മാഷ്മാരെല്ലാം കണ്ടതിലും ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള മാഷ അന്ന് ഇന്നും ഒരേപോലെ ഇരിക്കുന്നു, ഒരു മാറ്റവും പഠിപ്പിച്ച നമുക്കാണ് മാറ്റമുള്ളത്. അപ്പോൾ മാഷ് കുഞ്ഞുമുദ് മാഷ്, പിന്നെ അതേപോലെ നമ്മളെ ക്ലാസ് മാഷിൻ്റെ പേര് ഫറൂഖ് മാഷ് എന്നാണ്. പിന്നെ നമുക്ക് മാത്രമല്ല കേട്ടോ, സ്കൂളിൽ നല്ല മാറ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫറൂഖ് മാഷിൻ്റെ ഫാമിലി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടേനെ. അപ്പോൾ പിന്നെ അവരെ ഫാമിലി ഒന്നും വന്നിട്ടില്ല, ഉപ്പയും ഉമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഉപ്പയും നമ്മൾ 2 വാക്ക് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അമീദ് മാഷ്, അഷറഫ് മാഷ്, നമ്മൾ ഫിസിക്സിന് പഠിച്ച മാഷാണ് ഇപ്പോൾ പ്രിൻസിപ്പാൾ അവിടെ ഹൈസ്കൂളിൽ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഓഗസ്റ്റ് 26 നമ്മൾ പെൺകുട്ടികളെ ഒരുമിച്ചിട്ട് മീറ്റപ്പ് നടത്താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി എല്ലാവരും ഒരുമിച്ചിട്ട് കാണാം, നമ്മുടെ നാട്ടിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കാണാം എന്നുള്ള ഒരാഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ നേരെ മാഷിനെ വിളിച്ചു ചോദിച്ചു. ആ മാഷ് പറഞ്ഞു, ഇത്ര ഡേറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് 3 ദിവസം തന്നിട്ടുണ്ട്, ആ ദിവസത്തിനുള്ളിൽ മീറ്റപ്പ് നടത്തണം ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോട് സംസാരിച്ച് ഓലിക്കെല്ലാം റെഡിയാന്ന്, എല്ലാവരും ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. 23 വർഷത്തിന് ശേഷമാണ് നമ്മൾ പിന്നെ കാണുന്നത്. അപ്പോൾ 11 മണിക്ക് പരിപാടിയൊക്കെ തുടങ്ങി. മാഷ്മാരെല്ലാം ഓരോ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. അതേപോലെ അന്ന് കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചർ വന്നിട്ടുണ്ട്, മലയാളം പഠിപ്പിച്ച മാഷ് വന്നിട്ടുണ്ട്, ബയോളജി പഠിപ്പിച്ച മാഷ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹെഡ് മാസ്റ്റർ ഉണ്ട്, നമ്മളെ ഫിസിക്സിന് പഠിപ്പിച്ച അഷറഫ് മാഷ് ഇപ്പോൾ അവിടെ ഹെഡ് മാസ്റ്ററാണ്, അവരുണ്ട്. ഇതെൻ്റെ പേര് പഠിച്ചിട്ടുള്ള ഫിൽസർ എന്ന് പറഞ്ഞ ചെക്കനാണ്, എൻ്റെ അയൽവാസിയും കൂടിയിട്ടാണ്. അവന് അനുഭവമുള്ള ഒരു കാര്യം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത് ആഷിർ വടകര, പാട്ട് പാടുന്നതും എഴുതുന്നതും ഒക്കെ ചെയ്യും. പിന്നെ നല്ലൊരു പാട്ടും പാടിയിട്ടുണ്ട്, അത് കേട്ട് നിന്ന് പോയി കേട്ടോ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് മാഷ് അമീദ് മാഷാണ്. പണ്ട് കാലങ്ങളിൽ കാണുന്ന പോലെ തന്നെയാണ് ഈ മാഷ് ഇന്നും അങ്ങനെ തന്നെ കിടക്കുന്നു, ഒരു വ്യത്യാസമില്ല. ഇതാണ് നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഫറൂഖ് മാഷ്, നമ്മളെ ക്ലാസ് മാഷാന്ന്. മാഷിനെ പൊന്നാട കൊണ്ട് അണിയിക്കുകയെന്ന്. ഹെഡ് മാസ്റ്ററും പിന്നെ ഇംഗ്ലീഷ് മാഷും മലയാളം മാഷും ഒക്കെ ഉണ്ട്. മാഷ് നമ്മളെ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് 8ാം ക്ലാസ് തൊട്ടാണ് കേട്ടോ. 8, 9, 10 ഈ 3 വർഷത്തിലാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. നല്ല മാഷാണ്, നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടേനി. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കൊരു 1:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ട്, കോഴി ബിരിയാണി ഉണ്ട്, പിന്നെ പുഡിംഗ് ഉണ്ട്, മുട്ടമാല, ഒരാൾ ഓരോന്ന് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം ഇങ്ങനെ എടുത്ത് മാഷ്മാർക്കും പിന്നെ കുട്ടികൾക്കും അങ്ങ് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത പരിപാടിയൊക്കെ. പുഡിങ് ഷിയാസിൻ്റെ വകയിൽ നിന്ന് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഷിയാസ് എന്ന് പറഞ്ഞ ചെക്കൻ ഗൾഫിലാണ്. അപ്പോൾ ഓന് പെങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇളനീർ പുഡിങ്ങും പിന്നെന്താണ് ക്യാരറ്റ് പുഡിങ്ങും അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതുപോലെ മുട്ടമാല നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഫോമിത എന്ന് പറഞ്ഞ പെണ്ണ് കൊണ്ടുവന്നതാണ്. ഓരോരാൾക്കും പറ്റുന്ന രീതിയിലുള്ള കടികളും കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾ. അപ്പോൾ ഈ മുട്ടമാല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മുട്ടമാല ഓൾ കൊണ്ടുവന്നു. ഒരാൾ ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബിരിയാണിയൊക്കെ പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് 8 മണിക്കാണ് നമ്മൾ പുറപ്പെട്ടത് വടകരയ്ക്ക്. വടകര ഒരു 9:15 എത്തിയിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ എടുക്കും നമ്മൾ വടകര എത്താൻ വേണ്ടി. അന്നെന്തോ ഇപ്പോൾ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടെന്നറിയില്ല, വേഗം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പരിപാടിൻ്റെ മുന്നേ ആയിട്ട് എത്തണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ അവിടെ എത്തി. നേരെ ഉപ്പാൻ്റെ വീട്ടിൽ പോയി. ഉപ്പാൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം സ്കൂളിൽ മീറ്റപ്പിന് പോകാൻ വേണ്ടി. അപ്പോൾ ഉപ്പാൻ്റെ പെങ്ങൾ എന്നെ കുറേ ഭക്ഷണത്തിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഇനി പക്ഷെ എനിക്കെന്തോ വിശപ്പില്ല, എത്രയും പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട്സുകളെ കണ്ടാൽ മതി എന്നുള്ള സന്തോഷം കൊണ്ട് നിൽക്കുകയെന്ന്. അപ്പോൾ നേരെ സ്കൂളിൽ പോയി. 10:30 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ 11 മണിക്കാണ് നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു. മനസ്സും അതുപോലെ വയറും നിറഞ്ഞ പോലെയാണ് ആ ദിവസം. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അന്ന്. പിന്നെ സ്കൂളിലെ മാഷ് നന്നായിട്ട് ഹിന്ദി പാട്ട് പാടി കേട്ടോ. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഇതിൽ കണ്ടിട്ടുള്ളൂ. പാട്ട് ഇത്രയും നല്ല രീതിയിൽ പാടുമെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഞെട്ടിപ്പോയി. ഇത്രയും നല്ല രീതിയിൽ മാഷിന് പാടാൻ അറിയോ എന്നൊക്കെ വിചാരിച്ചു പോയി. നല്ല രീതിയിൽ ഹിന്ദി പാട്ടാണ് പാടിയിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. പിന്നെ വൈകിട്ട് 4 മണിയായപ്പോൾ മാഷ് പാട്ട് പാടിയതിന് ശേഷം 4 മണിയായി. അതിന് ശേഷം പിന്നെ മാഷ് പറഞ്ഞു ഞാൻ പോട്ടെ, എനിക്ക് ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം മാഷൊക്കെ പോയി. അതിനുശേഷം നമ്മൾ വൈകുന്നേരം നല്ലൊരു ചായക്കടി എല്ലാം നിരത്തി വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. പാട്ടും ഡാൻസും ഒക്കെ പറയണ്ട, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. പുറത്തുള്ള ഫ്രണ്ട്സുകളുണ്ട് ഗൾഫിലുള്ള, അവർക്കെല്ലാം ഭയങ്കര സങ്കടമായി. നമ്മൾ ഇവിടുന്ന് എൻജോയ് ചെയ്ത വീഡിയോ ഒക്കെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സങ്കടമായി. നിങ്ങളെ നല്ല അടിച്ച് പൊളിച്ചല്ലോ, ഇനി നമ്മൾ ഒരു 9 മാസത്തിനുള്ളിൽ എല്ലാവരും വരും, ഇനി നല്ലൊരു പരിപാടി വെക്കണം എന്നുള്ള ഇതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 9 മാസം കഴിഞ്ഞാൽ അവരെല്ലാം നാട്ടിൽ വന്നാൽ നല്ല അടിപൊളി, ഇതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് പരിപാടി നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സ്കൂളിൽ വന്നിട്ടുള്ള എല്ലാ മാഷ്മാർക്കും നമ്മളെ വക നമ്മൾ മൊമെൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാഷ് ഒരുമിച്ചിരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പണ്ടുകാലം ഓർമ്മ വന്നു. അന്നേരം ഒരുമിച്ചിരുന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ 10ാം ക്ലാസ്സാണ് ഓർമ്മ വന്നിട്ടുള്ളത്. മീറ്റപ്പിൻ്റെ പേര് ഓർമ്മച്ചെപ്പ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് പറയാൻ ഞാൻ വിട്ടുപോയി. ഇത് കുക്കിംഗ് ചാനലായതുകൊണ്ട് ഇതിലുള്ള മ്യൂസിക്കൊന്നും എനിക്ക് ഓപ്പൺ ആക്കിക്കൂടാ, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.